കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടട്ടെ. മെട്രോ ചർച്ചിനോട് ഒരുമിച്ച് വീണ്ടും ഒരു ഫാസ്റ്റിംഗ് പ്രയർ, വിശേഷാൽ കർത്താവിൻ്റെ അഭിഷക്തനോടും കുടുംബത്തോടും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ഒരുമിച്ച് ഇന്ന് വചനം സംസാരിപ്പാൻ നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബാബു ചെറിയാനോട് ഒരുമിച്ച്, ഞങ്ങൾക്കിവിടെ പ്രഭാതമാണ്, നിങ്ങൾക്ക് അവിടെ ഈവനിങ് ആണെന്നറിയാം. നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷമുള്ളവരൊക്കെയും ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവപാദപീഠത്തിൽ കടന്നു വരുന്നൊരു ദൈവ പൈതലിന് അവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ വെറുതെ ഒരു ഗ്യാതറിംഗ് ആയി അത് മാറും. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊക്കെ നടച്ചൊന്ന് പ്രാർത്ഥിച്ച് ആ പാദപീഠത്തിൽ നമ്മളെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി ഒന്ന് താഴ്ത്താം. ഈ ഉപവാസ പ്രാർത്ഥന മറ്റൊന്നിനേക്കാൾ അധികമായി കർത്താവിനോടൊന്ന് അടുത്തു വരുന്ന നിമിഷങ്ങളായി തീരേണ്ടതിന്, കർത്താവിനോട് അടുത്തു വരുന്ന നിമിഷങ്ങളായി തീരേണ്ടതിന്, ദൈവസാന്നിധ്യം അധികമായി രുചിച്ചറിയുന്ന നിമിഷങ്ങളായി തീരേണ്ടതിന് എല്ലാ തരങ്ങളും തുറന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈ 2025 നമ്മളെക്കാൾ ശ്രേഷ്ഠരായവർ മുൻപേ പോയി. കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ പ്രവൃത്തി അധികം താമസിക്കാതെ എത്രയും വേഗം നമ്മിൽ കടന്നു വരുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടവരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളോട് മനസ്സലിയണമേ. അങ്ങയൊന്ന് അടുത്തു വരുവാൻ, അടുത്തറിയുവാൻ ഞങ്ങൾ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. 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 നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വെടിഞ്ഞോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. യേശുവേ, യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ, നിൻ പാദം. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാൻ എന്നുവൻ, സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു
ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം. ഒരുമിച്ച് പാടുവാൻ കഴിയണം. എന്നുമേ ഞാനിനി, എന്നുമേ ഞാനിനി നിന്നുടെ സ്വന്തമത്രേ, നിന്നുടെ സ്വന്തമത്രേ. എന്നുമേ നിന്നുടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ല, ഒന്നുമേ ശക്തമല്ലീ ബന്ധം. എന്തൊരു ഭാഗ്യം ഇത്. ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം. ഈ നല്ല നിമിഷത്തിൽ ആ വരികൾ എത്രത്തോളം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നോക്കുന്നുണ്ട്. എന്നുമേ ഞാൻ ഇനിയും കർത്താവെ അങ്ങയുടെ സ്വന്തമാണെന്ന് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. കർത്താവെ ഞാൻ അങ്ങയുടെ സ്വന്തമാണ്. അത് കേൾക്കുമ്പോഴും അത് പാടുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷം ഹൃദയത്തിലുണ്ടെങ്കിൽ അത് മുഖത്തുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച ദൈവമക്കളെ. ആമേൻ. ഒരുപാട് നാളായി പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ ആരാധിക്കാൻ ഇടയായിട്ട്. പരിമിതികളുണ്ടെങ്കിലും നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നാണ് കർത്താവ് അരുളി ചെയ്തത്. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാം. ഹൃദയം കൊണ്ടൊന്ന് ആഗ്രഹിക്കാം. ആ സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ നിമിഷങ്ങൾ വെറുതെയായി പോകും. അതുകൊണ്ടൊന്ന് ആഗ്രഹിച്ചണ്ട. മറ്റെന്തിനേക്കാളും അധികമായി കർത്താവെ അങ്ങേ ഒന്ന് അനുഭവിച്ചറിയുവാൻ, അങ്ങയുടെ സ്നേഹം കർത്താവെ ഒന്ന് അനുഭവിച്ചറിയുവാൻ. ആ സ്നേഹത്തിൽ പാട്ടുകാരൻ പറയുന്ന പോലെ സ്നേഹത്തിന് ആഴിതന്നിൽ മുങ്ങി ഞാൻ എന്നു മഞ്ഞിൽ. അതുകൊണ്ടാണ് സങ്കടങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടതകൾ, പ്രതിസന്ധികൾ വന്നിട്ട് നാം തകരാതെ നിൽക്കുന്നത്. ആമേൻ. സന്തോഷമുണ്ടോ അത് കേൾക്കുമ്പോൾ? അനുഭവിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് വീണ്ടും ആ വരികളൊന്ന് പാടി നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ ഒന്ന് മഹത്വപ്പെടുത്താം. സ്നേഹത്തിൽ ആഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ. ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതിയെന്നേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ
ഈ വരികൾ ഒരിക്കൽ കൂടെ പാടാം. എന്നുമേ ഞാൻ ഇനിയും നിന്നുടെ സ്വന്തമാത്രേ, നിന്നുടെ സ്വന്തമാത്രേ. എന്നുമേ ഞാൻ ഇനിയും നിന്നുടെ സ്വന്തമാത്രേ. ഒന്നുമേ ശക്തമല്ല, ഒന്നുമേ ശക്തമല്ലീ ബന്ധം മായ്ക്കുവാൻ എന്തോരു ഭാഗ്യം കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പാടാം. ഒന്നുമേ ശക്തമല്ല ഈ ബന്ധം മാറ്റുവാൻ, ഒന്നുമേ ശക്തമല്ലീ ബന്ധം മായ്ക്കുവാൻ എന്തോരു ഭാഗ്യം ഇത്. ഹല്ലേലൂയ. ഭവനങ്ങളിൽ ആ ശബ്ദം ഉയരട്ടെ, ദൈവത്തിന്റെ സ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകയില്ല, എന്നെ പിരിയുകില്ല. ആമേൻ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നു, എന്നെ നടത്തുന്നു, എന്നെന്നും കൂടുള്ളൂ നിൻ സ്നേഹമാകാതമേ. എന്നെ നടത്തുന്നു, എന്നെന്നും കൂടെയുള്ളൂ. ആ സ്നേഹം ആഴമാണ്, ആഴമാണ് അനുഭവിക്കുന്നവർ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇത് ചെറിയ കാര്യമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആമേൻ. ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത നല്ല പിതാവിന്റെ സ്നേഹം, സ്വന്തം ജീവൻ നൽകി എന്നെ നിങ്ങളെ വീണ്ടെടുപ്പാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുത്രനാകുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. വഴിതെറ്റിപ്പോകാതെ, വീണു പോകാതെ, നശിച്ചു പോകാതെ നേരായ പാതയിൽ നാം നടക്കുവാൻ
നമ്മുടെ കൂടെയുള്ള നമ്മളോട് സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവാം ദൈവം, ആ പ്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകലും ഇന്ന് രാത്രിയിൽ ഒരുമിച്ചായിരിക്കുന്ന ദൈവജനം ഒരുമിച്ച് അതരങ്ങളൊക്കെ ഒന്ന് തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവ സാന്നിധ്യം ഭവനങ്ങളിൽ നിറയപ്പെടുന്നു. ഈ നിമിഷങ്ങളിൽ തന്നെ ദൈവ സാന്നിധ്യം ഭവനങ്ങളിൽ നിറയപ്പെടുന്നു. ഹല്ലേലൂയ. വേദനകൾ മാറ്റുന്ന, ദുഃഖങ്ങൾ മാറ്റുന്ന, ശാരീരിക ബലഹീനതകൾ മാറ്റുന്ന, മനസ്സിനെ മുരടിച്ചിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഈ നിമിഷം തന്നെ മാറിപ്പോകുന്നു. വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. സമർപ്പണമുള്ളവർ കണ്ണുകളെ അടച്ച് നിൻ തിരു സന്നിധിയിൽ ഞാനിന്ന് കുമ്പിടുന്നു. നിൻ തിരു സന്നിധിയിൽ ഞാനിന്ന് അതും എൻ ക്രിയയാലല്ല, അങ്ങനത്തെ ആത്മാവ് എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടും. ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞേ, എൻ ക്രിയയാലല്ല നിന്ദയാൽ മാത്രം. നമ്മുടെ കഴിവോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ സമ്പത്തോ, നമ്മുടെ ആരോഗ്യമോ ഒന്നുമല്ല ഈ നിമിഷം ദൈവം മുൻപാകെ വീണുപോകാതെ നിൽക്കുന്നത് അവിടുത്തെ മഹാദയയും കൃപയുമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് പറ, എന്റെ ക്രിയയല്ല, എന്റെ പ്രവൃത്തിയല്ല കർത്താവ്, ഞങ്ങളുടെ ദയ ഒന്നു മാത്രം. അതുകൊണ്ട് എന്നെ തന്നെ സമ്പൂർണമായി താഴ്ത്തി തിരുപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞാനിന്നു അവസാനമായി ഒരിക്കൽ കൂടെ ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കാം. രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്ത് ശുദ്ധർ വണങ്ങട്ടെ ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ. ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ ഈ നല്ല നിമിഷത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ തയ്യാറായാണ്. വിശുദ്ധ ബൈബിളിൽ ദൈവ സന്നിധിയിൽ, ദൈവ പാദപീഠത്തിൽ ആർത്താണിരിക്കുന്നുവോ അവൻ ഉയർത്തപ്പെടും. ഒരാമേൻ പറയാവോ? വിശുദ്ധ ബൈബിൾ 3 സഹോദരങ്ങളെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. മാർത്ത, മറിയ, ലാസർ. യേശുവിൻ്റെ അടുക്കൽ ആദ്യം വന്നതും യേശുവിനെ ഭവനത്തിലേക്ക് സ്വീകരിച്ചതും മാർത്തയായിരുന്നു. അതുകൊണ്ടാ യേശു ഭവനത്തിൽ വന്നപ്പോൾ പലതിനെ ചൊല്ലി അവൾ വിചാരപ്പെട്ടു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ മറിയ ചെയ്തതാണ് നമുക്ക് മാതൃകയായി എടുക്കേണ്ടത്. ദൈവത്തിന്റെ പാദപീഠത്തിൽ നല്ല അംശം തിരഞ്ഞെടുത്ത ആ മറിയെ പോലെ എത്ര പേർ ദൈവ പാദപീഠത്തിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ദുഃഖം ആ ഭവനത്തിൽ വന്നു. തൻ്റെ സഹോദരൻ മരിച്ചു. ആ മറിയയാണ് യേശുവിന്റെ പാദപീഠത്തിൽ കിടന്ന് കരഞ്ഞത്. ആമേൻ. ബൈബിളിൽ ആകെ ഒരു വാക്യം യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്നത് അവിടെ മാത്രമാണ്. ദൈവ പാദപീഠത്തിൽ തങ്ങളുടെ സങ്കടങ്ങളെ ഏറ്റുപറഞ്ഞ് ആർ പ്രാർത്ഥിക്കുന്നു, ആർ കരയുന്നു, അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഒരാമൻ പറയാവോ പ്രിയരെ? ആ കണ്ണുനീർ തുടച്ച ദൈവം ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഭവനത്തിൽ സന്തോഷം നിലനിന്നു. ആ മറിയയാണ് സ്വച്ഛജട മാംസ തൈലം, വിലയേറിയ തൈലം യേശുവിന്റെ പാദപീഠത്തിൽ ഒഴിച്ച് ആ പാദം ചുംബിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലും ദൈവ സാന്നിധ്യം വിട്ടുമാറാതെ
ദൈവത്തോട് കൂടെ നിൽക്കുന്നവൻ ദൈവ പ്രവർത്തി കാണും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറയണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഏത് സാഹചര്യത്തിലും, പ്രതികൂലമായാലും പ്രശ്നങ്ങൾ നിറഞ്ഞതായെങ്കിലും ശാരീരിക ബലഹീനത നടുവിലാണെങ്കിലും സന്തോഷമുള്ളപ്പോഴും ദൈവ പാദപീഠത്തിലായിരിക്കുന്നവർ അവൻ ഉയർത്തപ്പെടും, അവൻ മാനിക്കപ്പെടും. ദൈവത്താൽ അവന്റെ കുടുംബം തലമുറ അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ ബലമായ കർത്തനാൻ ശരണമതാകിയാൽ ഞാൻ പാടും ഈ ഉലകിൽ, ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എൻ്റെ കർത്താവ്, ഞാൻ ചാരും ആ മാർവിടത്തിൽ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് കരങ്ങൾ ഭവനങ്ങളിൽ നിന്ന് ആ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച്, ആമേൻ, സന്തോഷമുണ്ടോ? ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് അല്ലേ, ഒരുമിച്ച് കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് പാടി നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം. എന്റെ ബലമായ കർത്തന് ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തന് ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതം യേശുവത്രേ. പാടിയാട്ടെ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതം യേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ അമ്മതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ളം കാലങ്ങുന്ന നേരത്തു പ്രിയത്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുന്നെന്നെ. ഉള്ളം കാലങ്ങുന്ന നേരത്തു പ്രിയത്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുന്നെന്നെ. പാടിയാട്ടെ. ഉള്ളം കാലത്തിൽ വരച്ചവനോർവിക്കതീശത്താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കാലത്തിൽ വരച്ചവനോർവിക്ക ഈശത്താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലാഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതലമതു തീജ്വാലക്കിരയായി മാറിടിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാള. ഓ പ്രത്യാശയുള്ളവർ പാടിയേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലാഖിലവും
പാർത്തിടും യേശുവേ. ആമേൻ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സന്തോഷത്തോടെ എന്റെ അല്ലലെല്ലാം എന്റെ അല്ല തീർത്തിടും നാൾ. ബലമായ കർത്തൻ ശരണമതാകയ. ഒരിക്കൽ കൂടെ വരികൾ. എന്റെ ബലമായ കർത്തൻ ശരണമതാകയ. പാടിയിടും ഞാൻ ഉലകിൽ ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ. ചാരിടും ഞാൻ അവനിൽ ഏറ്റവും ഉറപ്പുള്ള മറവിടം. യേശു മാത്രമെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ അടിച്ച് ഒരിക്കൽ കൂടെ പാടിയേ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ. ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. വിശ്വാസമുള്ളവർ ഒരുമിച്ച് പാടിയേ. ഹല്ലേലൂയ. ഊരബലം ജനബൗഡകരം ശബലം. ആമേൻ 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 ആമേൻ. എന്റെ ബലമായവൻ, എന്റെ ശരണമായവൻ, ഏറ്റവും ഉറപ്പുള്ള മറവിടം അതെന്റെ യേശു മാത്രമെന്ന് ഉറപ്പുള്ളവർ, അത് അനുഭവിച്ചിട്ടുള്ളവർ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ നല്ല നിമിഷത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ കരങ്ങളെ അടിച്ച് ഊരബലം ശബലം ജനബൗഡകരം. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം. ആത്മാവിനുള്ള ആരാധന ഭവനങ്ങളിൽ ഉയരട്ടെ. അന്യഭാഷ വരം ലഭിച്ചവർ അന്യഭാഷകളിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. ആമേൻ. ഉള്ളം കലങ്ങുന്ന നേരത്ത് ആ പ്രിയന്റെ ശബ്ദം കേട്ടവരാണ് നാം. സാന്നിധ്യം അനുഭവിച്ചവരാണ് നാം. വിടുതൽ അനുഭവിച്ചവരാണ് നാം. നന്ദി പറയുവാൻ ലഭിക്കുന്ന നല്ല നിമിഷം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന നല്ല നിമിഷം. സ്തുതി ഉയരട്ടെ, സ്തുതി ഉയരട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകണം. പരിശുദ്ധ ആത്മാവിനെ കുറിച്ചത്രേ പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ ഭവനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന നിമിഷങ്ങളായി തീരട്ടെ. ബലഹീനതകൾ ബലമാകട്ടെ, ബലഹീനതകൾ ബലമാകട്ടെ. എല്ലാ ക്ഷീണങ്ങളും മറന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവ വചനത്തിന് വേണ്ടി ദാഹിപ്പാൻ, ദൈവ ശബ്ദം സ്വീകരിപ്പാൻ. ഓരവനം ശബനം ധനബൗഡകരം തുരബലബലരികലം ശബ്ദനബൗഡ രിബലം ധനബൗഡകരം ശബനം. ആമേൻ 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 ആമേൻ. ഓ റിബബ ബബ ബബ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റിബബ ബബ ശതുരി ബിരി ബിരി ആംദലരബ തുരമനഗരഗലരഗത. ഉള്ളം കാലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുന്നെന്നെ. ഭയപ്പെടേണ്ട, ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികളായിരിക്കുന്നവരുണ്ടോ? രാത്രിയിൽ ദൈവസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുക. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ? ദൈവമുഖത്തേക്ക് നോക്ക്. നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തോട് അടുത്തു വന്നാൽ തലമുറകളെ ഒരു കാരണവശാലും ശത്രു നശിപ്പിക്കുവാൻ ഇടവരുത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു നിമിഷം ഇവിടെ കണ്ണുകളെ അടച്ച് ആ പൊന്നു തമ്പുരാന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് തയ്യാറായാട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ അഭിഷക്തൻ വചനവുമായി നിൽക്കുമ്പോൾ
ദൈവത്തിന്റെ അരുളപ്പാട് നമ്മളോട് അറിയിക്കുമ്പോൾ അത് സ്വീകരിപ്പാൻ തക്ക വിധത്തിലുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അത് ആത്മാവിൽ എരിവുള്ളവർക്കേ സ്വീകരിപ്പാൻ കഴിയത്തുള്ളൂ. ആത്മാവിൽ ദാഹമുള്ളവർക്കേ സ്വീകരിപ്പാൻ കഴിയത്തുള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷങ്ങളിൽ, ദിനങ്ങളിൽ തന്നെ അത് വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതരങ്ങളെ തുറന്ന് ദൈവത്തിന്റെ മഹത്വം കരയറ്റിയാട്ടെ, സ്തുതികൾ ഉയർത്തിയാട്ടെ. ഒരുമിച്ച് ഓ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ, എന്റെ അല്ലലഖിലവും തീർത്തിടുന്ന നിമിഷങ്ങൾ നൽകിയ കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവേ അങ്ങയ്ക്കു മാത്രം. ഒരിക്കൽ കൂടെ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവുമെൻ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. ഞങ്ങളുടെ ബലമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ശരണമാകുന്ന കർത്താവേ, ഈ നിമിഷം ഈ സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ വേണം. ആത്മാവിന്റെ നിറവ് ഈ ദിനങ്ങളിൽ അധികമായി അനുഭവിക്കുന്ന പഴമകൾ എല്ലാം മാറി പുതിയ വരുന്ന ദിനങ്ങളായി തീരട്ടെ. ആത്മാവിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ദിനങ്ങളായി തീരട്ടെ. അതിനായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മാത്രം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ 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 ആമേൻ. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം. ഡാളസിലുള്ള മെട്രോ ചർച്ചിന്റെ ഫെലോഷിപ്പിൽ ഇതിനു മുമ്പ് വന്നത് നന്ദിയോടെ ഓർക്കുന്നു. വീണ്ടും സൂമിലൂടെ കാണുവാനായിട്ട് ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ഈ സഭയുടെ പാസ്റ്ററായിട്ട് സേവനം ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സതീഷ്, അവരുടെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ജിസൻ ആന്റണിയെയും കുടുംബത്തെയും അവരുടെ ശുശ്രൂഷയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനത്തിന്റെ മുൻപിൽ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. IPCയുടെ ജനറൽ കൺവെൻഷൻ കുമ്പനാട്ട് നടക്കുന്നതിനാൽ ഞങ്ങൾ ഇവിടെയാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. സ്നേഹവന്ദനം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാവിലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസത്തിൽ അവിടുത്തെ മക്കളോട് ചേർന്ന് അവിടുത്തെ വചനം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനം, അങ്ങയുടെ വചനം ഇന്ന് അവിടുത്തെ ജനത്തിന് എന്താണ് ആവശ്യമെന്ന് അങ്ങറിയുന്നു. അത് മാത്രം ലഭ്യമാകേണ്ടതിന് അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിന്റെ ജനത്തിന് ഇത് അനുഗ്രഹമാക്കണമേ.
അങ്ങയുടെ നാമം മഹിമപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 3 മുതൽ ചാപ്റ്റർ 1 വേഴ്സ് 3 to 5 നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും വായിക്കാനുണ്ടോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്തിനു വേണ്ടി നമ്മൾ ഈ കൂട്ടായ്മയിൽ വന്നു? എന്തിനു വേണ്ടി നമ്മൾ മെട്രോ ചർച്ചിൽ പോകുന്നു? ഡാളസിൽ വേറെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്? എന്റർടൈൻമെന്റിന് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള നാടാണ് അമേരിക്ക. ന്യൂയോർക്ക് പോലെയും ചിക്കാഗോ പോലെയും കഠിന തണുപ്പില്ലാത്തത് കൊണ്ട് മിക്കവാറും മാസങ്ങളിൽ എവിടെ വേണേലും പോകാം. ബീച്ചിലോ എന്റർടൈൻമെന്റ് സെന്ററിലോ ഒക്കെ പോകാം. ഡോൾഫിൻ പോലെയുള്ള മീനിനെയൊക്കെ കളിപ്പിക്കുന്ന കളിസ്ഥലങ്ങൾ, മീനിന്റെ പുറത്ത് കയറി സവാരി ചെയ്യുന്ന പരിപാടിയൊക്കെ അമേരിക്കയിൽ നടക്കുന്നത് ഇവിടെ യൂട്യൂബിൽ ഞങ്ങൾ കാണാറുണ്ട്. ഞാൻ ഒരിക്കൽ വന്നപ്പോൾ എന്നെ ഇത് കാണിക്കാൻ ഒരു സഹോദരൻ കൊണ്ടുപോയായിരുന്നു. നല്ല കാഴ്ചയാണ്. നമുക്ക് എത്ര സമയം പോയാലും അറിയത്തുമില്ല. വല്ലതൊക്കെ കഴിക്കാൻ അവിടെ തന്നെ കൊണ്ടു തരുകയും ചെയ്യും. തിന്നും കുടിച്ചും ഇരുന്ന് എൻജോയ് ചെയ്യാം. അതിനകത്തൊരു കൊമേഡിയനും ഉണ്ട്. ഒരു വരയൻ ടീഷർട്ട് ഇട്ട് ഒരു കൊമേഡിയനുണ്ട്. അയാൾ വന്ന് എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പുള്ളിയെ ശമ്പളത്തിന് നിർത്തിയിരിക്കുക. അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു രാജ്യമാണ്. പൈസ ഇല്ല എന്നൊരു പ്രശ്നം ആർക്കും ഇല്ല. ലോൺ എടുത്താൽ പോരെ, പൈസ ഉണ്ടല്ലോ. പൈസ ഇല്ലാത്ത ആരാ ഉള്ളേ? ലോൺ എല്ലാവർക്കും എല്ലാവർക്കും കടമാണ്, അത് വേറെ വിഷയം. പക്ഷെ എല്ലാവർക്കും പൈസയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്ത് കാര്യത്തിനാ ഇപ്പൊ ഈ മെട്രോ ചർച്ചിൽ പോകണം ഇത്ര നിർബന്ധം? അല്ലെങ്കിൽ വേറൊരു ചർച്ചിൽ എന്തിനാ പോണത്? എന്തിനാണ് ഈ കൂട്ടായ്മയിൽ വന്നത്? എന്തിനാണ് ഈ ഫാസ്റ്റിംഗ് പ്രയർ നടത്തുന്നത്? എന്തിനാണ് ഈ പാട്ടുകൾ പാടുന്നത്? എന്തിനാണ് ഈ വചനം കേൾക്കുന്നത്? ഉത്തരം: സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. ആ തന്നെ എന്നുള്ള വാക്ക് മറക്കണ്ട. എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനുമല്ല. ഞാനിപ്പോ കുമ്മനാട് കൺവെൻഷന് വന്നു. ഞാനിപ്പോ ഇച്ചിരി കഴിയുമ്പം പുറത്തേക്ക് ഇറങ്ങി പുതിയ പുസ്തകങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കും. പക്ഷെ ഞാൻ പുസ്തകം മേടിക്കാൻ വന്നതല്ല. ഞാനിവിടുന്ന് പോകുമ്പോ ഒരു ബാഗ് നിറയെ പുസ്തകം മേടിച്ചിരിക്കും, വേറൊന്നും മേടിക്കുകയില്ല. എന്നാൽ സഹോദരിമാരാണെങ്കിൽ ഷാള് മേടിക്കും, പേഴ്സ് മേടിക്കും, തോളിലിടുന്ന ബാഗ് മേടിക്കും. അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. വലിയ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പലഹാരങ്ങള് എല്ലാം ഉണ്ട്. അപ്പൊ ഓരോരുത്തര് അവരവർക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിക്കും.
പക്ഷെ ഒറ്റ ചോദ്യം, നീ എന്തിനാ ഇവിടെ വന്നേ? ഇന്നലെ രാത്രിയിൽ ഡാളസിൽ ദീർഘവർഷം കർത്താവിന്റെ വേല ചെയ്ത ദേവദാസൻ പാസ്റ്റർ വി ജെ തോമസ് ആയിരുന്നു പ്രസംഗിച്ചത്. 19 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെ ഒരു ഗ്രാൻഡ് മനുഷ്യൻ, ഗ്രേറ്റ് മാൻ ഓഫ് ഗാഡ്, അദ്ദേഹമാണ് ഇന്നലെ രാത്രി വചനം പറഞ്ഞത്. ഞാൻ ഇന്നലെ കുറെ നാളുകൾക്ക് ശേഷം ഹാർട്ടിനെ ടച്ച് ചെയ്തൊരു മെസ്സേജ് കേട്ടു. മറ്റെല്ലാം ഇങ്ങനെ ഈ പിന്നെ ബോഡിയെ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഒരു ഇമോഷണൽ തലത്തിലാണ് ഇപ്പൊ സഭ പൊക്കോണ്ടിരിക്കുന്നത്. തിരിച്ചറിയാനും പറ്റത്തില്ല. അതാ അതിന്റെ ഒരു കുഴപ്പം. നല്ലതല്ലേ? പിന്നെ സന്തോഷമായിരുന്നോ? സന്തോഷമായിരുന്നു. ഏതാ ഇപ്പൊ സന്തോഷം അല്ലാത്ത? ഏതെങ്കിലും ഒരു മീറ്റിംഗ് സന്തോഷം അല്ലാതെ വരുന്നുണ്ടോ? എല്ലാം സന്തോഷമാണ്. പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തമായി സ്പർശിക്കുന്ന, തട്ടി ഉണർത്തുന്ന, കണ്ണ് തുറപ്പിക്കുന്ന സന്ദേശങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. താങ്ക് യു ജീസസ്. ഒരു വൈകാരിക തലത്തിലാണോ ഇപ്പോൾ സഭ നീങ്ങുന്നത്? എങ്കിൽ അവിടെ നിന്ന് പുറത്തു ചാടണം. പത്രോസിനോട് ഒരിക്കൽ കർത്താവ് ചോദിച്ചു, പത്രോസിന്റെ മുഖഭാവം കണ്ടപ്പോ നോട്ട് ഹാപ്പി എന്ന് കർത്താവിന് തോന്നി. പിന്നെയുള്ളത് ഞാൻ എന്റെ ഭാവനെ പറയാ. ചെന്ന് പതുക്കെ തോളെ തട്ടിട്ട് ചോദിച്ചു, ഇയാൾക്കും പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? യോഹന്നാൻ 6:66, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ പ്ലാനുണ്ടോ? എന്താ കാര്യം? ഇമോഷണലായി വന്ന ആളുകൾ, പിന്നെ ഈ ഭൗതിക കാര്യങ്ങളാൽ ആകൃഷ്ടരായ ആളുകൾ പ്യുവർ ഡോക്ട്രിൻ പറഞ്ഞപ്പോൾ സഭ വിട്ടുപോയി, അഥവാ കൂട്ടായ്മ വിട്ടുപോയി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 71 വാക്യങ്ങളുണ്ട്. അതിൽ 50 വാക്യവും ക്രൂശിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചുള്ള വർണ്ണനയാണ്. എന്റെ മാംസം തിന്നുക, എന്റെ രക്തം കുടിക്കുക, അതൊക്കെ ജസ്റ്റ് കർത്തൃമേശയല്ല. അത് കർത്താവിന്റെ മരണത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ കണക്ഷൻ, കർത്താവിന്റെ മരണത്തോടുള്ള നമ്മുടെ ഏകീഭാവം, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ പിരിഞ്ഞുപോയി. എന്നാൽ ആദ്യത്തെ 21 വാക്യങ്ങൾക്കകത്ത് 5 അപ്പത്തെ 5000 കൊടുത്ത സന്ദർഭത്തിൽ എന്നെ സന്തോഷമായിരുന്നു, എന്നെ ആവേശമായിരുന്നു, എന്നെ ഉണർവായിരുന്നു. പിറ്റേ ദിവസം യോഗത്തിന് വിളിക്കാതെ തന്നെ, ഒരു വാട്സപ്പ് മെസ്സേജ് പോലും ഇടാതെ മുഴുവൻ ആളുകളും വന്നു. വന്നിട്ട് കർത്താവിനെ വലിയ പ്രശംസയോടുകൂടി എതിരേറ്റപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങള് വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. നിങ്ങൾ എന്തെങ്കിലും അടയാളം കണ്ടിട്ടാണോ വന്നേ, അതോ അപ്പം തിന്നതുകൊണ്ടാണോ വന്നത്? അതായത് അപ്പവും അടയാളവും രണ്ടാ. അപ്പം ഒരു അടയാളമാണ്, സിഗ്നലാ. അപ്പം അതിൽ തന്നെ പൂർണ്ണമല്ല. ഇപ്പൊ ട്രാഫിക് സിഗ്നല് നമ്മളെ ഒരിടത്തും എത്തിക്കുന്നില്ല, പക്ഷെ ആ സിഗ്നൽ അനുസരിച്ച് മൂവ് ചെയ്താൽ എവിടെയെങ്കിലും എത്തും. ഇതുപോലെ കർത്താവ് ചെയ്ത അത്ഭുതം ഒന്നും പൂർണ്ണമല്ല, അത് അതിൽ തന്നെ നിൽക്കുന്നില്ല. അത് അവിടെ നിന്ന് വേറെ എവിടേക്കോ നമ്മളെ ഡയറക്റ്റ് ചെയ്യുകയാണ്. ഇന്ന് നിന്റെ ഈ താൽക്കാലിക വിശപ്പ് മാറ്റാൻ എൻ്റെ ഈ 5 അപ്പത്തിന് കഴിഞ്ഞെങ്കിൽ നാളെ നിനക്ക് നിത്യജീവൻ തരാൻ എനിക്ക് കഴിയുമെന്നാണ് അതിന്റെ മെസ്സേജ്. പക്ഷെ അത് അവര് പിടികിട്ടിയില്ല. കർത്താവ് അവരോട് പറഞ്ഞു,
നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിങ്ങൾ എൻ്റെ അടുക്കൽ വരേണ്ടത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണ്ട. വേറെ എവിടെയൊക്കെയോ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എപ്പോൾ? എങ്ങനെ? അഞ്ചപ്പത്തിലൂടെയല്ല, അത്ഭുതത്തിലൂടെയല്ല, അതിക്രൂരമായ പീഡനത്തിലൂടെ യേശു കടന്നു പോവുകയും ക്രൂശിൽ അതിദാരുണമായി മരണപ്പെടുകയും ചെയ്യുന്ന ആ ദിവ്യമായ യാഗത്തിലൂടെയാണ് നിങ്ങളെ നിത്യജീവനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന ഉപദേശം പറഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ വലിയൊരു കൂട്ടം പിരിഞ്ഞുപോയി. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ പിരിഞ്ഞു പോയപ്പോൾ പത്രോസിനെ പോലെയുള്ള ആളുകൾക്ക്, പത്രോസ് ഒരു വികാരജീവിയാണല്ലോ. പത്രോസ് എപ്പോഴും ഇമോഷണലാ. ഇന്നത്തെ ഭാഷ പറഞ്ഞ വികാരിയ. മാർക്ക് സോസം തിരുമേനിയോട് ആരാണ് ചോദിച്ചു, വികാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വികാരമുള്ളവൻ വികാരി. സ്തോത്രം. അപ്പൊ പത്രോസ് അങ്ങനെ ഒരാളായിരുന്നു. അപ്പൊ ഇവന്റെ കാര്യം പോക്കാണോ എന്ന് കർത്താവിന് അങ്ങനെ തോന്നിയൊന്നുമില്ല. അവനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ചോദിച്ചു, നിനക്ക് പോകാൻ വല്ല പ്ലാനും ഉണ്ട്, ഇപ്പൊ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ റിയൽ പത്രോസ് പുറത്തിയാടി. പത്രോസ് പറഞ്ഞു, ഞാൻ പോകത്തില്ല. ഇനിയുള്ള 11 പേരിൽ 10 കൂടെ പോയാലും ഞാൻ പോകത്തില്ല. എന്തുകൊണ്ട്? അതാണ് ഉത്തരം. ഒന്ന് നമുക്ക് സന്ദർഭോചിതമായിട്ട് എന്നങ്ങ് വായിച്ചേക്കാം. യോഹന്നാൻ 6:66, 67, 68. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നീ ആരാണെന്നും നിന്റെ പക്കൽ എന്തുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആരാണെന്ന് എനിക്കറിയാം, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല. അതിന്റെ അർത്ഥം എന്നാ? നീ ആരാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് തുല്യൻ ആരുമില്ല. നിന്നെ വിട്ടു പോകുന്ന പ്രശ്നമില്ല. എന്റെ ആയുസ്സിൽ നിന്നെ പോലൊരാളെ ഇനി കാണുകയില്ല. അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധ്യരാരുമില്ല. നിന്നെ വിട്ടു പോകാൻ എനിക്ക് കഴിയില്ല. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീ എൻ്റെ എല്ലാമാണ്. ഈ അടുത്ത കാലത്ത് നല്ല പാട്ടുകൾ, ആയിരക്കണക്കിന് പാട്ടുകൾ നമുക്ക് ജനിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും, നിൻ ജീവൻ പേർക്കായി തന്നതിനാൽ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും. അതെ, നിന്നെ വിട്ട് പത്രോസ് തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട്.
നിന്നെ വിട്ട് എവിടെ പോകാനാ? നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നീ ആരാണെന്ന് എനിക്കറിയാം. ആമേൻ. 2, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിത്യജീവമൊഴികൾ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോ രാവിലത്തെ വചനധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ദൂത് ഒരു ചോദ്യമാണ്. നീ എന്തുകൊണ്ട്, എന്തിനു വേണ്ടി ഈ കൂട്ടായ്മയിൽ വന്നു? ഉത്തരം: സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനും കൂടെ അല്ല, അവകാശത്തിനായി തന്നെ. സ്തോത്രം, 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 സ്തോത്രം. അവകാശത്തിനായി തന്നെ, അവകാശത്തിനായി തന്നെ. പലതിൻ്റെ കൂടെ ഒന്നല്ല ക്രിസ്തീയ ജീവിതം. നാട്ടിലൊരു പറച്ചിലുണ്ട്, അംഗവും കാണാം താളിയും ഒടിക്കാം. അല്ല, പലതിൻ്റെ കൂടെ ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വേണ്ടി ജനിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. തന്നെ വേണ്ടി ജനിപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ദൂത് ഇതാണ്. എന്തിനു വേണ്ടി ഞാൻ ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നു? സ്തോത്രം, 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 സ്തോത്രം. ഒറ്റ ഉത്തരമേ ഉള്ളൂ. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. ആ അവകാശത്തിന്റെ ഗ്യാരണ്ടി, ആ അവകാശത്തിന്റെ ഡ്യൂറബിലിറ്റി, ആ അവകാശത്തിന്റെ ശ്രേഷ്ഠത, ക്വാളിറ്റി എല്ലാം ആ വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അത് സ്വർഗത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്, കാലിഫോർണിയയിലല്ല. കാലിഫോർണിയയിലായിരുന്നെങ്കിൽ ഇപ്പൊ ആകെ പേടിച്ചു പോയേനെ. ഞാൻ കാലിഫോർണിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇവിടെ വരുന്ന വാർത്ത ഭീകരമാണ്. തീ അണയ്ക്കാൻ പറ്റുന്നില്ല, കോടീശ്വരന്മാർ ദരിദ്രരായി തീർന്നിരിക്കുന്നു എന്നൊക്കെ ഇവിടെ വാർത്തയുണ്ട്. നേരാണോന്നറിയില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സിനിമാക്കാരും കോടീശ്വരന്മാരും താമസിക്കുന്ന സ്ഥലമാണത്. എന്നെ ഒരാൾ ആ പ്രദേശത്തൂടെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ ആ റോഡ് സൈഡിൽ നിന്നപ്പോഴേക്കും പോലീസ് വന്നു. ഇവിടെ അങ്ങ് നിൽക്കാൻ പാടില്ല, കാരണം അവിടെ അത്ര റിച്ച് ആളുകളാണ് താമസിക്കുന്നത്. ആ പ്രദേശങ്ങളിലാണ് തീ പിടിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം മനുഷ്യരെ ബാധിച്ചിട്ടുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇവിടെ വലിയ വാർത്തകൾ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു, പ്രാർത്ഥിക്കുന്നു. ഓർക്കുക, സുരക്ഷിതമായ ഒരു സ്ഥലം എവിടെയുണ്ട്? കോവിഡിന് മുമ്പ് ധരിച്ചിരുന്നു UK സുരക്ഷിതമാണെന്ന്, US സുരക്ഷിതമാണെന്ന്.
പക്ഷെ കോവിഡിൽ മനസ്സിലായി ആരും സുരക്ഷിതരല്ല, ഒരു സ്ഥലവും സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ അവകാശം സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്, സ്വിസ് ബാങ്കിലല്ല. സ്വിസ് ബാങ്കിനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. കേരളത്തില് ഈ കഴിഞ്ഞ കൊല്ലമൊക്കെ നടന്ന കാര്യങ്ങള് ഭീകരമാണ്. ഒരു മനുഷ്യൻ ബാങ്കിൽ പൈസ ഇട്ടു, ആ പൈസ എടുത്തിട്ട് മോളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ ചെന്നിട്ട് അവർ കൊടുക്കുന്നില്ല. 1 പോയി, 2 പോയി, 3 പോയി, അവരിട്ട് വട്ടം കറക്കുക. അയാൾ അവിടെ ആത്മഹത്യ ചെയ്തു. കാരണം അയാൾ അധ്വാനിച്ച പണമാണ്, കൊടുക്കുന്നില്ല. എന്താ കാര്യം? എല്ലാം വീതിച്ചെടുത്തു വേണ്ടപ്പെട്ടവര്. എവിടെ സൂക്ഷിച്ചിരിക്കുന്നു നിന്റെ അവകാശം? മലയാളി ബുദ്ധിയുള്ളവനാണ്. അവന് ഒരിടത്തല്ല പലയിടത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഒന്ന് പൊട്ടിയാലും പിടിച്ചു നിൽക്കണമല്ലോ എന്നോർത്ത്. അങ്ങനെ പുതിയ പ്രസ്ഥാനം ഏത് വന്നാലും നമ്മുടെ ആൾക്കാർ പൈസ ഇടുന്നുണ്ട്. കൂടുതൽ പലിശ കിട്ടാനാ. അങ്ങനെ ബാങ്ക് മുതലാളി ജയിലില്. പൈസ ഇട്ടതെല്ലാം ഉപദേശിമാരടക്കം നമ്മുടെ വേണ്ടപ്പെട്ടവരാ. ചെറിയ തുകയൊന്നും അല്ല, വലിയ തുക ഇട്ടിരിക്കുന്നത്. 2 ഗുണമാ. ഒന്ന്, IT ഫയൽ ചെയ്യണ്ട. 2, പലിശ കൂടുതൽ കിട്ടും. പൊട്ടിപ്പോകുമ്പോ വെളി മിണ്ടാനും ഒക്കുകയില്ല, കാരണം കണക്കില്ലാത്തതല്ലേ. നിന്റെ അവകാശം എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്? സുരക്ഷിതമാണോ? കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവരെ, എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തത്. അതിന്റെ ക്വാളിറ്റി. 1, അതിന്റെ സുരക്ഷിതത്വം. 2, അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മൂല്യം കുറയത്തില്ല, മായം ചേരത്തില്ല. ഒരു കാരണവശാലും അത് ആരും ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. അത്ര സെക്യൂറാണ് സ്വർഗത്തിലെ അവകാശം. അതിനായിട്ട് തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. ആ തന്നെ എന്നുള്ള വാക്കിലാണ് ഞാൻ എൻ്റെ ഹൃദയത്തെ ഇപ്പോൾ ഏകാഗ്രമാക്കിയത്. എന്തിനാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിക്കുക എന്നത് ദൈവമക്കൾക്ക് നന്നായി അറിയാമല്ലോ. നമ്മൾ വീണ്ടും ജനിച്ചപ്പോഴാണ് നമ്മൾ ദൈവസഭയുടെ അംഗമായത്. വീണ്ടും ജനനം എന്നത് ബോൺ എഗെയിൻ. അത് ഒരു ശാരീരിക ജനനമല്ല, അതൊരു ആത്മീക ജനനമാണ്. ആദ്യത്തെ ജനനം ഉദരത്തിൽ നിന്നായിരുന്നു, എന്നാൽ 2ാമത്തെ ജനനം ഉയരത്തിൽ നിന്നാണ്. ആദ്യത്തെ ജനനം ബ്ലഡ് വഴിയാണ്, ബ്ലഡ് റിലേഷനാണ്. എന്നാൽ 2ാമത്തേത് വേഡ് റിലേഷനാണ്, വേഡ്. ആമേൻ. 1ാമത്തെ ജനനം ഉദരത്തിൽ നിന്ന്, വയറ്റിൽ നിന്നാണ്. എന്നാൽ 2ാമത്തെ ജനനം ഉയരത്തിൽ നിന്നാണ്. ആദ്യത്തെ ജനനം ബ്ലഡ് റിലേഷനാണ്, ബ്ലഡ് വഴിയാണ്. എന്നാൽ 2ാമത്തെ ജനനം
വേഡ് റിലേഷനാണ്. വചനം ജഡമായി തീർന്നു. സ്തോത്രം, 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 സ്തോത്രം. ഒന്നാമത്തെ ജനനത്തിൽ ജനിക്കുന്ന വ്യക്തിക്ക് ഒരു പങ്കുമില്ല. ഒന്നാമത്തെ ജനനത്തിൽ ജനിക്കുന്ന വ്യക്തിക്ക് ഒരു പങ്കുമില്ല. എന്നാൽ വീണ്ടും ജനനം ജനിക്കുന്ന വ്യക്തിയുടെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഞാൻ ഏത് വീട്ടിലാ ജനിച്ചെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മയും എൻ്റെ അപ്പനും പറയുന്നു കോട്ടയത്ത് വടവാതൂരിൽ അമ്പലത്തിങ്കൽ എന്ന് പറയുന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ എനിക്കറിയില്ല. എൻ്റെ ഓർമ്മകൾ ഒരു 10 വയസ്സിന് ഇപ്പുറം ഉള്ളതല്ലേ എൻ്റെ ഓർമ്മകളിലുള്ളൂ. അപ്പൊ എൻ്റെ ഭൂമിയിലേക്കുള്ള ജനനത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അഥവാ പങ്ക് തരികയായിരുന്നെങ്കിലോ നിങ്ങൾക്ക് ഈ ഭൂമിയിലോട്ടുള്ള ജനനം എവിടെ വേണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു സജഷൻ, ഒരു സെലക്ഷൻ നടത്തുകയാണെങ്കിൽ എവിടെ ജനിക്കണമെന്ന് പറയും? ഇപ്പോ ജനിച്ച പേരൻസ്, നിലവിലുള്ള വീട്, നിലവിലുള്ള നാട് അതാണോ, അതോ കുറച്ചുകൂടെ ബെറ്റർ ആയ സ്ഥലം പറയുമോ? നമ്മൾ ആരും തെരഞ്ഞെടുത്ത വീട്ടിലല്ല നമ്മൾ ജനിച്ചത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വീട്ടുപേര് വലിയ സംഭവമാണെന്നൊക്കെ അങ്ങ് പറയുക. ആഞ്ഞിലിമൂട്ടിൽ തറവാടെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ അങ്ങ് പറയുന്നതല്ലേ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. നമുക്കൊരവസരം തരികയാണെങ്കിൽ നമ്മള് ബക്കിംഗ്ഹാം പാലസെ മിക്കവാറും തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പൊ ഭൂമിയിലോട്ടുള്ള ജനനം നമ്മുടെ സെലക്ഷൻ അല്ല, പക്ഷെ ഉയരത്തിലെ ജനനം നമ്മുടെ സെലക്ഷനാണ്. വീട്ടിലും ജനനം നമ്മുടെ സെലക്ഷനാണ്. നമ്മുടെ ഒരു പങ്ക് അതിനകത്തുണ്ട്. നമ്മുടെ ഒരു പങ്ക് അതിനകത്തുണ്ട്. യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു വലിയ തീരുമാനം എന്റേതാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആ തീരുമാനത്തിനോട് നമുക്ക് കണക്ട് ചെയ്യാവുന്ന വേദഭാഗം രൂത്തിന്റെ പുസ്തകമാണ്. എടുക്കണമെന്നില്ല. ഓർപ്പയും രൂത്തും മോവാബ് വിട്ടു പോകുന്ന സമയത്ത് അമ്മായിയമ്മ ഒരു നല്ല കൗൺസിലിംഗ് തന്നെ നടത്തി. നല്ലൊരു അമ്മായിയമ്മയാണത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചർച്ചിൽ പറഞ്ഞു, മദർ ലോ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ നവോമിക്ക് കിട്ടും. ഡോട്ടർ ലോ എന്ന ഇതിന് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ രൂത്തിനും കിട്ടും. ഇനിയിപ്പോ നിങ്ങളിൽ ആരെങ്കിലും മേടിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഇതുവരെയുള്ള ഇത് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഈ 40 കൊല്ലത്തെ സഭാശുശ്രൂഷയില് നമ്മുടെ അമ്മച്ചിമാർക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല അമ്മായി അമ്മയ്ക്കുള്ള അവാർഡ്. നല്ല ആത്മീയമൊക്കെ ഉണ്ട്, പക്ഷെ ഈ മറ്റു വീട്ടിൽ നിന്ന് വന്ന പിള്ളേരോടൊരു ഒരു വേറൊരു മൂഡിലാ ഇടപെടുന്നത്. സ്തോത്രം. മാറ്റിയെടുക്കാൻ പറ്റുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട അമ്മയും മക്കൾ, അമ്മായിയമ്മയാന്ന് തോന്നത്തില്ല. അങ്ങനെ 3 സഹോദരിമാര്, ഒരു സീനിയർ സിറ്റിസനും 2 ടീനേജുകാരും മോവാബ് ദേശം വിട്ട് ഇസ്രായേലിലേക്ക് പോകാൻ നേരത്ത്
അമ്മച്ചി രണ്ടുപേരെയും വിളിച്ച് ഇടത്തും വലത്തും നിർത്തി ഇങ്ങനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, മക്കളെ ഞാൻ ഒരു കാര്യം പറയാം, ഇമോഷണൽ ആയിട്ട് ഡിസിഷൻ എടുക്കരുത്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നിനക്ക് ഒരുത്തിക്ക് 19 വയസ്സും മറ്റവർക്ക് 20 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം. നിങ്ങളുടെ മോവാബ് ദേശത്തുനിന്ന് നല്ല മണി പോലെയുള്ള ചെറുക്കന്മാരെ കിട്ടും. കാരണം നിങ്ങൾ സുന്ദരിമാരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സീനിയർ സിറ്റിസന്റെ കൂടെ പോരണ്ട. അധികം താമസിക്കാതെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലോട്ട് പോകും, നിങ്ങൾ പെരുവഴിയാകും. ഞാൻ ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചായി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ കൂടെ പോരണ്ട കേട്ടോ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആട്ടമ്മച്ചി, കർത്താവ് കൂടെ ഇരിക്കട്ടെ, ഗ്ലോറി രക്തത്താൽ ജയമെന്നും പറഞ്ഞ് ഓർപ്പ മോവാബിലേക്ക് പോയി. തിരിഞ്ഞു നോക്കി 3 പ്രാവശ്യം ബായ് പറഞ്ഞു. അപ്പൊ രൂത്ത് അന്നേരം ഇങ്ങനെ, ഇവിടെ ഈ ചെറുപ്പക്കാരിങ്ങനെ തമാശ പറയും, പോസ്റ്റായി പോയെന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിന്ന് പോണേനായി പറയുന്നത്. രൂത്ത് ഇങ്ങനെ കുറെ നേരം അനങ്ങാതെ നിന്നു, കറണ്ട് അടിച്ച പോലെ. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അവൾ ഓർത്ത് എന്നാ ചെയ്യണ്ടേ. അവൾ ഓടിച്ചെന്ന് അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. അമ്മ ഇത്ര നേരം ഇങ്ങോട്ട് പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടല്ലോ, ഇനി ഒരു കാര്യം ഞങ്ങൾ ചെറുപ്പക്കാരങ്ങോട്ട് പറയാം, അത് കേട്ടു. നിന്നെ വിട്ടു പിരിയാനും നിന്നോടുകൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് ഇനി മേലാൽ പറയരുത്. പറഞ്ഞത് പറഞ്ഞു, ഇനി മേലാൽ പറയരുത്. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും. എന്തൊക്കെ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ ശവക്കോട്ടയ്ക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാലമാണ്. കാരണവന്മാരെ അടക്കിയിടത്ത് അടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എല്ലാവർക്കും. അതും കൂടെ വെട്ടുകയാണ് ഇയാള്. നീ എവിടെ മരിക്കുന്നോ അവിടെ ഞാൻ മരിക്കും. നിന്റെ സെമിത്തേരി എന്റെ സെമിത്തേരി. എന്റെ പിതാക്കന്മാരെയും അവരുടെ പിതാക്കന്മാരെയും അടക്കിയിടത്ത് എന്നെ അടക്കണമെന്ന ചിന്ത ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുന്നു. നിന്റെ സെമിത്തേരി എന്റെ സെമിത്തേരി, നിന്റെ ദൈവം എന്റെ ദൈവം. അപ്പോ ഈ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുക, യേശുവിനായി ജീവിക്കുക എന്ന ഉറച്ച നിലപാടാണ് വാസ്തവത്തിൽ വീണ്ടും ജനനം. ഭൂമിയിലേക്കുള്ള ജനനം അത് നമ്മൾ അറിഞ്ഞിട്ട് വന്നതല്ല. എന്നാൽ വീണ്ടും ജനനം നമ്മൾ അറിഞ്ഞിട്ടാണ്, നമ്മുടെ തീരുമാനമാണ്. അത് ഈ രൂത്തിന്റെ തീരുമാനം പോലെയാ. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇടയില്ലാത്ത തീരുമാനം, തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ലാത്ത തീരുമാനം, റിഗ്രറ്റ് ചെയ്യാൻ ഒരിക്കലും ഇടയില്ലാത്ത തീരുമാനം, ഏത് തലമുറയിലുള്ളവർക്കും ഫോളോ ചെയ്യാവുന്ന തീരുമാനം. വാക്യം രൂത്ത് 1:16 നമുക്കൊന്ന് വായിച്ചേക്കാം. അതിന് രൂത്ത്, നിന്നെ വിട്ടുവരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് തന്നെ ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ തീരുമാനമാണ് ശരിക്കും രക്ഷിക്കപ്പെടുന്ന തീരുമാനം. ഈ തീരുമാനമാണ് ശരിക്കും വീണ്ടും ജനനത്തിന്റെ തീരുമാനം.
സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ വീണ്ടും ജനനമാണ്. സ്തോത്രം. അപ്പോൾ നാം എന്തിനു വേണ്ടി കൂട്ടായ്മയിൽ വന്നു, എങ്ങനെ ഈ കൂട്ടായ്മയിൽ വന്നു? ഈ രണ്ട് ദൂതുകളാണ് ഇതുവരെ ധ്യാനിച്ചത്. നാം എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വീണ്ടും ജനനത്തിലൂടെ വന്നു. സ്തോത്രം, 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 സ്തോത്രം. വീണ്ടും ജനനം സംബന്ധിച്ച് പത്രോസ് പറയുന്നത്, പത്രോസിന്റെ 1-ാം ലേഖനം 23-ാം വാക്യമാണ്. 1:23. പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. അവിടെയും ആ വിധത്തിലുള്ള ഒരു പ്രയോഗമുണ്ട്. ദൈവവചനത്താൽ തന്നെ, അവകാശത്തിനായി തന്നെ. അർത്ഥം ഇത്രയേ ഉള്ളൂ: വീണ്ടും ജനനം അതിന് വചനമല്ലാതെ മറ്റൊന്നും ഉപാധിയായിട്ടില്ല. സ്നാനത്താൽ അല്ല വീണ്ടും ജനനം, ദാനധർമ്മങ്ങളാൽ അല്ല വീണ്ടും ജനനം, കർമാനുഷ്ഠാനങ്ങളാൽ അല്ല വീണ്ടും ജനനം, പുണ്യ തീർത്ഥാടനങ്ങളിലൂടെ അല്ല വീണ്ടും ജനനം, പരമ്പരാഗതമായി കിട്ടിയ ബന്ധത്തിലും വിശ്വാസത്തിലും അല്ല വീണ്ടും ജനനം. ദൈവവചനത്താൽ തന്നെ. ഓൺലി ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവവചനം, അതിന്റെ പ്രകാശനം, അതിന്റെ പ്രവേശനം, അതിന്റെ സ്വീകരണം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുകയും ദൈവവചനത്തിന്റെ പ്രകാശനം നമ്മെ ടേൺ ചെയ്തു, നമ്മെ തിരിച്ചു കളഞ്ഞു ദൈവത്തിങ്കിലേക്ക്. സകല ലോകവും ചപ്പന്നും ചവർന്നും കാണാൻ നമ്മെ സഹായിച്ചത് ഈ ടേണിങ്ങാണ്. സകല ജഡവും പുല്ല് പോലെയാണ് എന്ന് നമ്മെ മനസ്സിലാക്കിയത് ഈ ടേണിങ്ങാണ്. വചനത്തിന്റെ ലൈറ്റ് നമ്മുടെ ഉള്ളിലോട്ട് വന്നപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറിപ്പോയി, നമ്മുടെ ചിന്തകൾ മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് വചനത്തിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം കിട്ടി. വചനത്തിൽ സന്തോഷിക്കുന്ന ഹൃദയം കിട്ടിയപ്പോൾ മറ്റ് സന്തോഷങ്ങളെല്ലാം നമുക്ക് ഏതോ ചെറിയ കാര്യമായിട്ട് മാറി. സന്ദർഭവശാൽ മനസ്സിലേക്ക് വരുന്നൊരു വചനമാണ് യിരെമ്യാവ് 15:16-17. യിരെമ്യാവ് 15:16 വായിച്ചാൽ മതി. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ഇതെല്ലാവർക്കും സാധിക്കില്ല. വീണ്ടും ജനിച്ചവർക്ക് മാത്രമുള്ള അവകാശമാണ്. ഈ ഇസ്രായേൽ മക്കൾ കഴിച്ച ഫുഡ് ലോകത്തിൽ ആരും കഴിച്ചിട്ടില്ല. പെസഹായും ചോരത്തളിയും ആചരിച്ചവരും ചെങ്കടൽ കടന്നവരുമായ ജനം കഴിച്ച ആഹാരം ഉലകത്തിൽ ആരും കഴിച്ചിട്ടില്ല.
ഏത് റോയൽ പാലസിലും അത് കിട്ടത്തില്ല. അത് ചെങ്കടൽ കടന്നവർക്ക് മാത്രമുള്ള ഫുഡാണ്. അത് പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ മോചനം പ്രാപിച്ചവർക്ക് മാത്രമുള്ള ഫുഡാണ്. അത് ഫ്രഷ് ആണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഇപ്പോഴത്തെ ഹോട്ടലുകളിലൊക്കെ ടുഡേ സ്പെഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതാണെങ്കിൽ ഫ്രീസറിൽ വെച്ചതായിരിക്കും നമുക്ക് വിചാരിക്കാം. വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഫുഡ് ഫ്രീസറിൽ വെച്ചതല്ല. നമുക്കൊന്നും പറ്റിയാൽ അങ്ങനെ ചെയ്യാൻ. നമ്മൾ ഒരു മാസത്തേക്ക് മേടിച്ചു വെക്കുകയല്ലേ. ദൈവത്തിന് മാത്രമേ അത്രയും വലിയ ഫ്രീസർ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അന്നന്നത്തേക്ക് എന്ന സ്റ്റാൻഡേർഡാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡൊക്കെ ഒന്ന് അറിയാനായി ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഈ കാടപ്പക്ഷിയെ കണ്ടിട്ടുള്ളവർ വല്ലവരും ഉണ്ടോ? എനിക്കറിയില്ല അമേരിക്കയിലെ കാര്യം. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇച്ചിരി ഭൂമി ഉള്ളതിൻ്റെ അടുത്ത് വനമാണ്. അപ്പോൾ വനത്തിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ പോവുകയും കാണാൻ പോവുകയും നെല്ലിക്ക പറിക്കാനൊക്കെ പറ്റും. നല്ല ഫ്രഷ് നെല്ലിക്ക കാട്ടിൽ പോയി പറിക്കാം. നെല്ലിക്ക പറിക്കുന്നതിന് ഗവൺമെന്റ് വിലക്കില്ല, പറിക്കാം. അപ്പൊ അതൊക്കെ പറിക്കാനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ കാടപ്പക്ഷിയെ കാണാം. അന്ന് ആദ്യമായിട്ട് കാണുന്നത്. ബൈബിളിൽ വായിച്ചിട്ടുണ്ടെങ്കിലും അന്നാ കാണുന്നത്. അപ്പോ ഈ പുള്ളി കരിയില ഇലയൊക്കെ ഉണങ്ങി കാട്ടിൽ ഇങ്ങനെ കിടക്കുമല്ലോ, അതിന്റെ നിറമാണ് ഇവൻ ഇതിനിടെ പമ്മിയിരിക്കും. നമ്മൾ കാലിന്റെ അടുക്ക് നമ്മളതിന്റെ തൊട്ടടുക്ക് എത്തുമ്പോൾ ഒരൊറ്റ പറക്കല. അപ്പൊ ഇപ്പൊ കിട്ടുമെന്ന് തോന്നും, പക്ഷെ കിട്ടത്തില്ല. ജീവിതത്തിൽ ഒരെണ്ണത്തിനെ പിടിക്കാൻ പറ്റുകയില്ല. ആ സാധനത്തെയാണ് ദൈവം ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിന്റെ അടുക്ക കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി കൊടുത്തെന്നാ പറയുന്നത്. ഓരോരുത്തന്റെ കൈ നീട്ടി പിടിക്കാവുന്ന ദൂരത്തിൽ ദൈവം കൊണ്ട് കൊടുത്തു. ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച ആരുണ്ട്? ഈ മലയാളം പ്രയോഗങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് പിടികിട്ടുകയില്ല. എന്നാലും സീനിയേഴ്സ് ഉള്ളതുകൊണ്ട് പറയുക, 1000 കോഴിക്ക് അര കാടെന്നാ കണക്ക്. ഒന്നുകൂടെ പറയാം, 1000 ചിക്കൻ ഈസ് ടു 1 കാട. ഇതാ കണക്ക്. 1000 കോഴിക്ക് അര കാട, ഒരു കാട പോലും വേണ്ടെന്ന്. അത്ര ഹെൽത്തി ഫുഡാ കാട. ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. ഒരു ദിവസമല്ല. ചില ബൈബിൾ സ്കൂളിലൊക്കെ ചൊവ്വാഴ്ച ദിവസം മാത്രം ഇറച്ചിയുണ്ട്, ബാക്കി ദിവസങ്ങളിലെ വെജിറ്റബിളാ. ഇത് ഡെയിലിയാണ്. അത് എത്ര വേണോ അവരവരുടെ അളവ് അനുസരിച്ച് പിടിച്ചോളാനാ പറഞ്ഞത്. മന്ന, പിന്നെയുള്ള സാധനം മന്നയാ. മന്ന എന്ന് പറഞ്ഞാല് റൊട്ടിയല്ല കേട്ടോ, റൊട്ടിയൊന്നും അല്ല, കുബൂസും അല്ല, ചപ്പാത്തിയല്ല, വട്ടയപ്പോ അല്ല, വെള്ളയപ്പോ അല്ല. അതിന് തുല്യമായ ഒരു സാധനം ഒരു മാർക്കറ്റിലും ഇല്ല. നോക്കൂ, ഇരമ്യാവ് 15:16. ദൈവമേ, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇത് എല്ലാവർക്കും പറ്റത്തില്ല. വചനം ഭക്ഷിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനം കുറഞ്ഞത് 3 നിലയിൽ ഭക്ഷിക്കാം. ഒന്ന്, നമ്മുടെ പ്രഭാത വചന ധ്യാനത്തിലൂടെ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ വചനം വായിക്കുമല്ലോ, അതിലൂടെ നാം വചനം കണ്ടെത്തി ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരൽപ്പം
റിസർച്ച് ചെയ്യുക, അല്പം അന്വേഷിക്കണം. സ്തോത്രം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിക്കണം. അപ്പോൾ ആഹാരം കിട്ടും. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഒന്ന് ഓടിച്ചു വായിച്ചു വിടാതെ, മനസ്സിലാകാത്ത ഭാഗം കാണുമ്പോൾ ശങ്കിക്കാതെ അന്വേഷിച്ചു വായിച്ചാൽ ഫ്രഷായ അതിഗംഭീരമായ ആഹാരം നിനക്ക് കിട്ടാതിരിക്കത്തില്ല. ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്നു. ഒന്ന്, വ്യക്തിപരമായ വായനയിലൂടെയും ധ്യാനത്തിലൂടെയും. രണ്ടാമത്, ദൈവവചന കേൾവിയിലൂടെ. ഇന്നലെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് റൂമിൽ വന്ന് വിശ്രമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ലോങ് ഐലൻഡ്, അമേരിക്കയിൽ ലോങ് ഐലൻഡിൽ നിന്നുള്ള ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഒരു 2 മിനിറ്റ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിന് മുമ്പേ വിളിച്ച് പല പ്രാവശ്യം ചോദിച്ചായിരുന്നു. ഒരു മാക്സിമം 5 മിനിറ്റ് എന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ എടുത്തു. പുള്ളിക്കാരന് ഈ വചനത്തിലെ സംശയങ്ങളൊക്കെയാ ചോദിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഏത് ചർച്ചിലാ പോണേ? ഇല്ല, ഞാൻ അങ്ങനെ ഒരിടത്ത് പോണില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് വചനം ഭക്ഷിക്കാൻ ദൈവം നിങ്ങൾക്കൊരു പാസ്റ്ററെ വെച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഈറ്റിംഗ് സിസ്റ്റം. ഒരു പാസ്റ്റർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അതിനാണ് ദൈവം അദ്ദേഹത്തെ വെച്ചിരിക്കുന്നത്. അപ്പോ ഒന്ന്, നിങ്ങളുടെ വചന ധ്യാനത്തിലൂടെ നിങ്ങൾ വചനം ഭക്ഷിക്കും. 2, നിങ്ങളുടെ സഭയിൽ നിന്ന് നിങ്ങൾക്ക് വചനം കിട്ടും. 3, നിങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്തപ്പോഴും ചില വചനങ്ങളെ ദൈവം മനസ്സിലേക്ക് ഇട്ടുതരും. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ചില വചനങ്ങൾ മനസ്സിലോട്ട് ഇങ്ങനെ പൊങ്ങി വരും. യിരെമ്യാവ് പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സ്തോത്രം. വചനത്താൽ വീണ്ടും ജനിച്ചു എന്ന് പത്രോസ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ പറയുന്നത്. കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്, വചനത്താൽ ജനിച്ചവർ വചനത്താൽ ആരോഗ്യം പ്രാപിക്കുന്നു, വചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നു, വചനത്താൽ സന്തോഷം പ്രാപിക്കുന്നു, വചനത്താൽ ആനന്ദം പ്രാപിക്കുന്നു. അടുത്ത പ്രയോഗം ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ധ്യാനിച്ചു കൊള്ളുക. 17, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഇരിക്കരുതെന്നല്ല യിരെമ്യാവ് പറയുന്നത്, ഞാനും പറയുന്നത്. കളിക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കരുതെന്നല്ല, പക്ഷെ അദ്ദേഹം ഇരുന്നിട്ടില്ല. അതിന്റെ കാരണം എന്നാ? അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ ഉല്ലാസം ലഭിച്ചു കഴിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി? യിരെമ്യാവ് പറയുന്നു, എനിക്ക് കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിക്കേണ്ട കാര്യമില്ല. കാരണം ഉല്ലാസത്തിന്റെ ക്ലൈമാക്സ് ഞാൻ വചനത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എന്റെ ഹൃദയത്തിന് ആനന്ദമാണ്, ഉല്ലാസമാണ്.
അതുകൊണ്ട് ഞാനിപ്പോ സ്പോർട്സ് ഒക്കെ അങ്ങ് നിർത്തിയെന്ന്. ഇപ്പോഴേ നിർത്തണ്ട, വചനത്തിൽ അങ്ങനെ ഒരു സന്തോഷം വന്നിട്ട് നിർത്തിയാൽ മതി. ഹല്ലേലൂയ. ദൈവവചനത്താൽ. അപ്പൊ എന്താ നമ്മുടെ ധ്യാന വിഷയം? നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ ആ ദൂതിലേക്ക് ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തെ ഫോക്കസ് ചെയ്യാം. നമ്മൾ എന്തിന് ഈ ചർച്ചിൽ, ഈ കൂട്ടായ്മയിൽ വന്നു? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിന് വേണ്ടി. 2, എങ്ങനെ വന്നു? വീണ്ടും ജനനത്തിലൂടെ വന്നു. 3-ാമത്തെ ചിന്ത, എങ്ങനെ വീണ്ടും ജനിച്ചു? അത് പത്രോസ് ലേഖനത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ കണ്ടു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ 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 തന്നെ. ഓൺലി ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവവചനത്താൽ ജനിച്ചവൻ ദൈവവചനത്താൽ ജീവിക്കുന്നു. ദൈവവചനത്താൽ അവൻ പോഷിപ്പിക്കപ്പെടുന്നു. ദൈവവചനത്താൽ അവൻ സന്തോഷിക്കുന്നു. ആമേൻ. 4-ാമത്തെ ചിന്ത വന്നത്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 4-ാമത്തെ ചിന്ത ഇതാണ്, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള ഒരാനന്ദത്തിലും എനിക്കിപ്പോ താല്പര്യമില്ല. എന്തുകൊണ്ട്? സന്തോഷത്തിന്റെ പരിപൂർണത എനിക്ക് ദൈവസന്നിധിയിലുണ്ട്. 16-ാം സങ്കീർത്തനം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം, ജീവന്റെ വഴി ദൈവമേ നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം, പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം, ദൈവ സാന്നിധ്യത്തിന്റെ പ്രമോദം, ദൈവവചനത്തിന്റെ സന്തോഷം, ദൈവവചനത്തിന്റെ ആനന്ദം. 3-ാമത് ഒരെണ്ണം കൂടിയുണ്ട്. റോമർ 14-ന്റെ 17 അതിങ്ങനെയാണ്: ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. 3 സന്തോഷങ്ങൾ ഒടുവിൽ നമ്മൾ കണ്ടു. 1, ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം. ഞാൻ അതിനെ അല്പം കൂടെ ചേർത്ത് പറഞ്ഞാൽ ആരാധനയിലെ സന്തോഷം, കൂട്ടായ്മയിലെ സന്തോഷം, ദൈവ സാന്നിധ്യത്തിന്റെ സന്തോഷം. 2, ദൈവവചനത്തിന്റെ സന്തോഷം. 3, പരിശുദ്ധാത്മ നിറവിലുള്ള സന്തോഷം. ഈ സന്തോഷം ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ക്രിക്കറ്റിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഫുട്ബോളിലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഗോൾഫിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് യിരെമ്യാവ് പറയുന്നു. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് യിരെമ്യാവും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. പക്ഷേ ഇത് ഫാക്റ്റാണ്. സമാപനമായ ഒരു വാക്കോടെ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങള് സഭയായിട്ട് ഒരു ആദിവാസി മേഖല വിസിറ്റ് ചെയ്യാൻ പോയി. ഞങ്ങളുടെ ചർച്ചിലെ യുവാക്കൾക്ക് ഭയങ്കര ഉണർവായി. ഞാൻ പല കാത്തിരിപ്പയോഗം നടത്തി, പല ബൈബിൾ ക്ലാസ് നടത്തി,
ഒത്തിരി പരിപാടി നടത്തിയിട്ടും പിള്ളേർ ഉണർന്നില്ല. എന്നാൽ ഈ ഒരു പ്രോഗ്രാമിൽ പിള്ളേർ ഉണർന്നു. പിള്ളേർ വന്ന് സാക്ഷി വന്നു. സാക്ഷി പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒരു കംപ്ലൈന്റും ഇല്ല. കാരണം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ ഞങ്ങൾ അവിടെ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് കംപ്ലൈന്റ് തീർന്നു എന്ന് പറഞ്ഞു. പിള്ളേർ തന്നെ ഫണ്ട് കളക്ട് ചെയ്ത് അവർക്ക് കുഴൽ കിണർ അടിച്ചു കൊടുത്തു. അവിടെ അവരുടെ ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജിമ ചെയ്യുന്ന ടീമിനോട് ചേർന്ന് ചിലതൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഈ പിള്ളേരോട് TV കാണരുത്, യൂട്യൂബ് കാണരുത്, ക്രിക്കറ്റ് കാണരുതെന്നൊന്നും പറഞ്ഞാൽ ഇതും രക്ഷപ്പെടുകയില്ല. അങ്ങനത്തെ കാലമായത്. എന്നാൽ യഥാർത്ഥ സന്തോഷം അവര് കണ്ടാൽ മറ്റു പലതും അവര് വേണ്ടെന്ന് വെക്കും. ഇന്നത്തെ വചനധ്യാനത്തിന്റെ ഒടുവിലേക്ക് നമ്മൾ എത്തി. നമ്മൾ തുടങ്ങിയത് 1 പത്രോസ് 1:4 നിന്നാണ്, 5 നിന്നാണ്. 4-5 സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായിട്ട് മാത്രം നമ്മൾ വീണ്ടും ജനിച്ചു. എങ്ങനെ നാം ഈ കൂട്ടായ്മയിൽ വന്നു? എന്തിന് നാം ഈ കൂട്ടായ്മയിൽ വന്നു? ഈ 2 കാര്യമായിരുന്നു പ്രധാന ചിന്താ വിഷയം. കണ്ണുകൾ അടയ്ക്കാം, ധ്യാനിക്കാം. എങ്ങനെ വന്നു? എന്തിനു വന്നു? എന്തിനു വന്നു? രോഗസൗഖ്യത്തിന് വേണ്ടി വന്നു, കുഴപ്പമില്ല. പല കാര്യങ്ങളും നമുക്ക് അതിലൂടെ ദൈവം തന്നിട്ടുണ്ട്. സൗഖ്യം തന്നിട്ടുണ്ട്, ജോലി തന്നിട്ടുണ്ട്, സമൃദ്ധി തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, നല്ല വാഹനങ്ങൾ തന്നിട്ടുണ്ട്. നന്ദി, എല്ലാറ്റിനും നന്ദി. പക്ഷെ അതിനൊന്നുമല്ല, അതിനേക്കാളെല്ലാം വലിയൊരു കാര്യമുണ്ട്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. അപ്പൊ എന്തിനു വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി. 2, എങ്ങനെ വന്നു? വീണ്ടും ജനനത്താൽ വന്നു. വീണ്ടും ജനനം എങ്ങനെ? ദൈവവചനത്താൽ. ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവൻ മറ്റെല്ലാ സന്തോഷങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് ദൈവത്തിൽ സന്തോഷിക്കും, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കും, ദൈവവചനത്തിൽ സന്തോഷിക്കും, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കും. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ലോകത്തിലെ സൗകര്യങ്ങളുള്ള മനോഹരമായ പട്ടണമായ ഡാളസിൽ പാർക്കുന്ന ദൈവജനത്തോട് സ്വർഗത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും യഥാർത്ഥ സന്തോഷത്തെക്കുറിച്ചും പങ്കുവയ്ക്കുവാൻ ദൈവം അവസരം തന്നു. ഇത് കേൾക്കാനുള്ള മനസ്സ്, ഇത് കേൾക്കാനുള്ള കൊതി, ഇത് കേൾക്കാനുള്ള ആഗ്രഹം ദൈവജനത്തിന് നൽകിയല്ലോ. നന്ദി പറയുന്നു. ഇതിൽ തന്നെ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.